പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. BJPക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. സഖാവ് പിണറായി വിജയൻ ആദ്യം നിയമസഭയിലെത്തിയത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അവിടെ മുതൽ ഇങ്ങോട്ട് ദീർഘകാലം അവസരത്തിനനുസരിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ഇത്തവണ LDFിന്റെ സ്ഥാനാർത്ഥി വേങ്ങര മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ചുരുങ്ങിയ വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? ന്യൂനപക്ഷ മതേതര വോട്ടുകൾ എത്രത്തോളം ഭിന്നിപ്പിക്കാൻ കഴിയുമോ. അവിടെ ഭിന്നിപ്പിച്ചാൽ രണ്ടാം സ്ഥാനത്ത് BJPയാണ്. CPM ഗുണമില്ല. പ്രതിഭയുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗാണല്ലോ ആദ്യം തള്ളി പറഞ്ഞത്. അദ്ദേഹത്തെ ഞങ്ങൾ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി. ഏത് പാർട്ടി അങ്ങനെ എടുത്തത്? ഇപ്പം ഞങ്ങളുടെ പേരാമ്പ്ര സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ, അവർക്കെതിരെ എന്തൊക്കെ പ്രചാരവേലകളും വൃത്തികെട്ട വാക്കുകളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ സൈബർ സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിംഗ് അടക്കമുള്ള ഒരുപാട് വിദ്വേഷ പ്രചരണങ്ങളുണ്ട്. ഒരു നടപടി എടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായാണ്.